ഡിയർ കസ്റ്റമേഴ്സ്, നമ്മുടെ പുതിയ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ ബൾക്കായിട്ട് മെസ്സേജ് അയക്കുന്ന പുതിയ സോഫ്റ്റ്വെയറിൻ്റെ ഡെമോ എങ്ങനെയാണത് യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഡെമോ ആണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഫസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഹോം പേജാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുള്ള സെക്ഷന് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കാണിക്കുക. ഇതിൽ നമുക്ക് ബാങ്ക് കണക്ട് ചെയ്യുന്ന സിസ്റ്റം അല്ല, നമുക്ക് വാലറ്റ് സിസ്റ്റമാണ്. വാലറ്റിൽ പേയ്മെൻറ്റ് ലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ മെസ്സേജ് അയക്കുന്നതിനനുസരിച്ച് പേയ്മെൻറ്റ് പോകുന്ന സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ ഇപ്പോൾ നമുക്ക് ബൾക്കായിട്ട് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 100 പേർക്കാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ 100 രൂപേൻ്റെ മുകളിൽ നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ജസ്റ്റ് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 49 രൂപയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ബാലൻസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ക്രെഡിറ്റ് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോ ഓപ്പൺ ആവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇവിടെ ആഡ് ക്രെഡിറ്റ് എന്ന് കൊടുക്കാം. നമുക്ക് എത്ര എമൗണ്ട് ആണോ ആഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു 50 രൂപ നിർത്തും. അപ്പോൾ ടാക്സ് ഉണ്ടാവും 10%, 18% ടാക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 9, കാരണം ഇത് റാസോർപ്പയാണ്, അഥവാ വേറൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ വെച്ചിട്ടാണ്, തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ഗേറ്റ് വേ, അപ്പോൾ അവരുടെ ടാക്സ് ആണത്. എന്നിട്ട് നമ്മൾ പേ നൗ എന്ന് കൊടുക്കുക. നമ്മളെ ഇതിൽ റാസോർപ്പേൻ്റെ പേ ചെയ്യാനുള്ള സിസ്റ്റം വരും. ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം വരും. അവിടെ UPI കൊടുക്കുക. ഇപ്പോൾ എടുത്തിട്ട് ഇവിടെ ജനറേറ്റ് QR എന്ന് കൊടുക്കുക. അപ്പോൾ QR ജനറേറ്റ് ആവും. ഒരു 5 മിനിറ്റാണ് നമുക്ക് ഇവിടെ ബാലൻസ് ഉണ്ടാവുക. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഗൂഗിൾ പേ തുറന്ന് സ്കാനർ എടുത്ത് സ്കാൻ ചെയ്ത് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പേ ചെയ്തു. പേയ്മെൻറ്റ് സക്സസ് ആയി. നേരെ ഇതിന് നമുക്ക് ഇനി ആവശ്യമില്ല. ജസ്റ്റ് ബാക്ക് അടിക്കുക, ക്യാൻസൽ ചെയ്യുക, ഹോം പേജ് പോവുക. ഇത് അവിടെ ഇപ്പോൾ 99 രൂപയുണ്ട്. നേരത്തെ 49 രൂപയായിരുന്നു. 50 രൂപ ആഡ് ചെയ്ത് 99 രൂപ പേയ്മെൻറ്റ് ലോഡായി. അപ്പോൾ നമുക്ക് 99 പേർക്ക് വരെ മാക്സിമം മെസ്സേജ് അയക്കാനും ഏകദേശം 1 രൂപേൻ്റെ അടുത്താണ് ഒരു മെസ്സേജിന് ചാർജ് വരാം. ഓക്കെ, അപ്പോൾ 100 പേർക്ക് വരെ ഇപ്പോൾ നമുക്ക് ഇതിൽ മെസ്സേജ് അയക്കാം, കാരണം 100 രൂപേൻ്റെ അടുത്ത് ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് അയക്കാനുള്ള പേയ്മെൻ്റ് ഒക്കെ നമ്മൾ വാലറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ മെസ്സേജ് അയക്കുക എന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ പേയ്മെൻറ്റ് ആഡ് ചെയ്തു, നെക്സ്റ്റ് സ്റ്റെപ്പ് മെസ്സേജ് അയക്കാം, എങ്ങനെ ബൾക്കായിട്ട് മെസ്സേജ് അയക്കുക എന്നുള്ളത്. അതിനായിട്ട് നമ്മളിതാ ഇവിടെ ഈ 4th സെഷനായിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ഓൾറെഡി അയച്ചിട്ടുള്ള ബ്രോഡ്കാസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇപ്പോൾ നമുക്ക് പുതിയൊരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂ ബ്രോഡ്കാസ്റ്റ് ഇവിടെ ഈ റൈറ്റ് കോർണറിൽ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ നമുക്കിതിപ്പോൾ ബൾക്ക് മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ഓൾറെഡി അയക്കാനുള്ള മാറ്റർ ഇവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വാട്സപ്പിൻ്റെ അപ്രൂവൽ വാങ്ങണം. കാരണം ഇത് വെരിഫൈഡ് മെസ്സേജ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറോ ബൾക്ക് സോഫ്റ്റ്വെയർ ഒന്നല്ല. ഇത് വെരിഫൈഡ് ആയിട്ടുള്ള വാട്സപ്പ് വെരിഫൈഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വാട്സപ്പിന് നമ്മൾ അയക്കുന്ന കണ്ടൻറ്റുകൾ ഓൽക്ക് മോണിറ്റർ ചെയ്യണം. അപ്പോൾ അവർ അപ്രൂവൽ കിട്ടിയാൽ മാത്രമാണ്, അപ്രൂവലിന് കുറേ സമയം എടുക്കുന്ന പ്രോസസ് അല്ല, ഒരു 2 മിനിറ്റ്സിൽ അവരത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് അപ്രൂവൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ മെസ്സേജ് അയച്ച് അപ്രൂവൽസ് വാങ്ങിയിട്ടുള്ള കണ്ടൻറ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് അപ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, ഒരു കണ്ടൻറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത്, അപ്പോൾ സെയിം കണ്ടൻറ്റിനാണ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ളത്, അതുകൊണ്ടാണ് ഈ ഒരു കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരു ഓൾറെഡി അപ്ലോഡ് ആയിട്ടുള്ള വേറൊരു കണ്ടൻറ്റ് ഉണ്ട്. നമ്മൾ ഇതുപോലത്തെ ഒരു പുതിയൊരു കണ്ടൻറ്റ് നമ്മൾ ഇതിലേക്ക് കണ്ടൻറ്റ് ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ബൾക്കായിട്ട് മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ടെംപ്ലേറ്റ് എന്നുള്ള സെഷനിലേക്ക് വരണം. ടെംപ്ലേറ്റ് എന്ന സെഷനിൽ നിന്ന് ഇവിടെ ആഡ് ന്യൂ, പുതിയൊരു കണ്ടൻറ്റ് ആഡ് ചെയ്യുക. ആഡ് ന്യൂ എന്ന് കൊടുക്കുക. ആഡ് ന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസ് കാറ്റഗറി കാണിക്കും. മാർക്കറ്റിംഗ്, യൂട്ടിലിറ്റി, ഓതൻറ്റിക്കേഷൻ. നമ്മളിതിൽ മാർക്കറ്റിംഗ് കൊടുക്കുക. മാർക്കറ്റിംഗ് മെസ്സേജാണ് നമുക്ക് കൂടുതൽ ചെയ്യാണ്ടാവുക. അതിൽ തന്നെ കൂടുതൽ ആൾക്കാർക്കും ചെയ്യേണ്ട മാർക്കറ്റിംഗ് ആണല്ലോ. അതിൽ തന്നെ കസ്റ്റം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ കസ്റ്റം ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വീഡിയോകളിലൊക്കെ പറയാം. ഇപ്പോൾ കസ്റ്റം കോമൺ ആയിട്ട് നമ്മൾ അയക്കാനുള്ള മാറ്ററൊക്കെ കസ്റ്റം എന്നുള്ളതിൽ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ കസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ പോയിട്ട് ജസ്റ്റ് ഒരു നെയിം കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ പ്രൊമോഷൻ 2 എന്ന് കൊടുത്തു. ഈ കണ്ടൻറ്റൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇതിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ പറ്റില്ല, അതേപോലെ സ്പേസ് പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കുക.
അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ലാംഗ്വേജ് ഉണ്ടാവും. ലാംഗ്വേജിൽ നമുക്ക് ഏത് ലാംഗ്വേജിലാണ് നമ്മളെ പ്രൊമോഷൻ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അത് ചേഞ്ച് ആക്കിയിട്ട് നമുക്കിപ്പം നമ്മൾ കൊടുക്കുന്നത് മലയാളം കണ്ടൻറ്റാണ് മെസ്സേജസൊക്കെ. അപ്പോൾ നമ്മളിവിടെ മലയാളം എന്ന് കൊടുത്തു. അപ്പോൾ മാർക്കറ്റിംഗ് കൊടുത്തു, നെയിം കൊടുത്തു, ലാംഗ്വേജ് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജിൽ വരും. നെക്സ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് അയക്കാനുള്ള മാറ്ററിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്. ഇപ്പോൾ ആദ്യം ഇവിടെ നോൺ ടെക്സ്റ്റ് മീഡിയ എന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് മാത്രം മെസ്സേജ് മാത്രം അയക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിൽ ടെക്സ്റ്റ് എന്ന് മാത്രം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഫോട്ടോ പ്ലസ് ഒരു ടെക്സ്റ്റ്, ഒരു ഇമേജ് പ്ലസ് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മീഡിയ എന്ന് കൊടുക്കണം. അപ്പോഴാണ് നമുക്കിവിടെ ഫയൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമേജ് കൊടുത്തിട്ട് നേരെ ഇവിടെ പോയിട്ട് ഇമേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നേരെ ഓപ്പൺ എന്ന് കൊടുത്താൽ അത് ഇതിൽ അപ്ലോഡ് ആവും. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ സെലക്ട് ചെയ്തതിനു ശേഷം ഡൗൺലോഡ്സ് പോയി ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാതെ 16 MB മാത്രമാണ് നമുക്ക് ഇതിൽ സപ്പോർട്ട് ആവുള്ളൂ. ഓക്കെ, 16 MB. അപ്പോൾ 16 MB കൂടുതലാണെങ്കിൽ ഇത് വർക്കാവില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താ വെച്ചാൽ ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ കംപ്രസ് ചെയ്ത് 16 MB കുറവാക്കിയതാണ്. ഇത് 16 പോയിൻറ്റ് സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്രസ് ചെയ്തിട്ട് 16 ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ ഗൂഗിളിൽ നിന്നൊക്കെ വീഡിയോ കംപ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ 16 MB ഫയലിൻ്റെ സൈസ് ഇതിപ്പോൾ ജസ്റ്റ് ഇവിടെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ഇവിടെ 9 MB ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് വർക്കാവും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഇവിടെ ഇത് ലോഡാവും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ പറ്റും. നമ്മൾ അയക്കാൻ പോകുന്ന മാറ്റർ എങ്ങനെ ഇവിടെ പോകുക എന്നുള്ളതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ മീഡിയ ഫയൽ നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ വാട്സപ്പിൽ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ വാട്സപ്പിൽ ഓൾറെഡി സെറ്റ് ചെയ്തൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇവിടുന്ന് കോപ്പി ചെയ്യാണ്, എന്നിട്ട് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അയക്കാനുള്ള ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി അതെങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണാം. ഓക്കെ, ഇതേപോലെ മാറ്ററും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഇതിൻ്റെ താഴെ നമ്മൾ ഫൂട്ടർ നിർബന്ധമാണ്. പിന്നെ ബട്ടൺസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ടൺ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. ജസ്റ്റ് ഇപ്പോൾ നിങ്ങളെ വെബ്സൈറ്റിന് ലിങ്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കോൾ ചെയ്യാനുള്ള, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കോൾ ചെയ്യാനുള്ള ഇതാണ് കൊടുക്കുന്നത്. കോൺടാക്റ്റ് അസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കോൺടാക്ട്, അപ്പോൾ ഇവിടെ കോൺടാക്റ്റ് അസ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഈ ബട്ടൺ എന്ന് പറയുന്നത്, ഇവിടെ താഴെ കാണിക്കുന്നത്. നമ്മളിവിടെ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ മീഡിയ ഫയൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ മീഡിയ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രം കൊടുക്കുക. എന്നിട്ട് വീഡിയോ ആണോ ഇമേജ് ആണോ ഏതാണെന്ന് കൊടുക്കുക. എന്നിട്ട് കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ വാട്സപ്പിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബട്ടൺ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റിൽ ലിങ്കോ കോൾ ചെയ്യാനുള്ള ബട്ടണോ അത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇത് കൊടുത്തിട്ട് നേരെ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കൊടുക്കുമ്പോൾ കുറച്ച് ലോഡിങ് ടൈം എടുക്കും വീഡിയോയിലേക്ക് അപ്ലോഡ് ആവാനും കാര്യങ്ങളൊക്കെ. സാധാരണ ഇമേജ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റെഡി ആവും. ഇത് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും, കുറച്ചൊന്ന് ഡിലേ ഉണ്ടാവും തോന്നുന്നു ലോഡിങ്ങിൽ. അപ്പോൾ ലോഡിങ് എത്ര സമയമാണെങ്കിലും ഇതിവിടെ വെയിറ്റ് ചെയ്യുക, കാരണം ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും. നിങ്ങൾ അവിടെ പ്രത്യേകിച്ചൊന്നും നിൽക്കാതിരിക്കുക, കറക്റ്റ് അപ്ഡേറ്റ് ഇത് ലോഡിങ് കംപ്ലീറ്റ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ അവിടെ സേവ്ഡ് സക്സസ്ഫുള്ളി പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ചൊന്നും കൂടി വെയിറ്റ് ചെയ്താൽ ഓക്കെ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ നെക്സ്റ്റ് പേജിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പെൻഡിങ് എന്നാണ് കാണിക്കുക. ഇത് ഇനി വാട്സപ്പ് ഇപ്പോൾ ഇതിങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ഈ ഒരു കണ്ടൻറ്റ് വാട്സപ്പ് മോണിറ്റർ ഒന്ന് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്ത് നിങ്ങളിവിടെ ഇതൊരു 2 മിനിറ്റ് പ്രോസസ്സ് എടുക്കും. ഇത് 2 മിനിറ്റ് മിനിമം എടുക്കും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു റീഫ്രഷ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് കൊടുക്കുന്നുണ്ട്. എന്തായാലും 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഇവിടെ അപ്രൂവലിൻ്റെ അപ്ഡേറ്റ് കാണിക്കുള്ളൂ. അപ്രൂവ്ഡ് ആണെങ്കിൽ അപ്രൂവ്ഡ് എന്ന് കാണിക്കും, താഴത്തെ പോലെ അപ്രൂവ്ഡ് എന്ന് കാണിക്കും ഇവിടെ, ഇല്ലെങ്കിൽ റിജക്റ്റഡ് എന്ന് കാണിക്കും. അപ്പോൾ ഏതായാലും ഒരു ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള കണ്ടൻറ്റ് ഇവിടെ അപ്രൂവ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു കണ്ടൻറ്റ് നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുള്ള കണ്ടൻറ്റ് ആയിരുന്നു. ഇത് ഇവിടെ അപ്രൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്ക് എങ്ങനെ ബൾക്കായിട്ട് മെസ്സേജ് അയക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഇവിടെ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള സെഷൻ എടുക്കുക. ബ്രോഡ്കാസ്റ്റ് എന്നുള്ള സെഷൻ പോകുമ്പോൾ നമ്മൾ ഓൾറെഡി മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്ന ബ്രോഡ്കാസ്റ്റിൻ്റെ ഒക്കെ റിപ്പോർട്ട്, ഒരു ചെറിയൊരു ടെസ്റ്റ് ആയിട്ട് നമ്മൾ അയച്ചിരുന്ന ബ്രോഡ്കാസ്റ്റിൻ്റെ റിപ്പോർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഡമ്മി നമ്പേഴ്സിലേക്കാണ് അയച്ചത്. അപ്പോൾ അത് 2 ഫെയിൽഡ്, 1 ഡെലിവേർഡ്, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയൊരു ബ്രോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിത് അവിടെ നേരെ ന്യൂ ബ്രോഡ്കാസ്റ്റ് കൊടുക്കുക. ഇവിടെ 3 രീതിയിൽ നമുക്ക് കോൺടാക്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് കോൺടാക്റ്റ് ഡാറ്റ പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. കോൺടാക്റ്റ് ഡാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മൾ കോൺടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് പല കാറ്റഗറി ആയിട്ട് സോഫ്റ്റ്വെയറിൽ തന്നെ കോൺടാക്ട്സ് ഇങ്ങനെ ഓരോ ലിസ്റ്റ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിൽ കുറേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കോൺടാക്ട്സ് ആഡ് ചെയ്യുന്ന സെഷനാണ് ഈ ഒരു കോൺടാക്റ്റ് ഡാറ്റ എന്ന് പറയുന്നത്. അതല്ല പിന്നെയുള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ രണ്ടാമത്തെ ഒരു സെഷൻ പറഞ്ഞാൽ റോ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എവിടുന്നെങ്കിലും നമ്മളെ കയ്യിൽ ഇപ്പോൾ ജസ്റ്റ് എക്സൽ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കോൺടാക്ട്സ് ഇപ്പോൾ ഞാൻ ഒരു സാമ്പിൾ ഡാറ്റ പറഞ്ഞാൽ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചൊരു കോൺടാക്റ്റാണ്. ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഡാറ്റാസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോൺടാക്റ്റ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് കോപ്പി ചെയ്തു, എന്നിട്ട് നമ്മളിവിടെ സോഫ്റ്റ്വെയർ കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് കോൺടാക്റ്റ് ആഡ് ചെയ്തിട്ട് ഈ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ബൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സൽ ഷീറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു എക്സൽ ഷീറ്റ്, ഇതിപ്പോൾ നമ്മൾ ബൾക്ക് കസ്റ്റമേഴ്സ് പറഞ്ഞാണ്ട് ഒരു എക്സൽ ഷീറ്റ്, നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കോൺടാക്ട്സ് പറഞ്ഞാൽ എക്സൽ ഷീറ്റ്, ആ എക്സൽ ഷീറ്റ് നേരെ ഇവിടെ ആ എക്സൽ ഷീറ്റ് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺടാക്ട്സ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 രീതിയിൽ നമുക്ക് കോൺടാക്ട്സ് ആഡ് ചെയ്യാൻ പറ്റുക. ഒന്ന്, നമ്മളെ കയ്യിൽ ഈ ഗ്രൂപ്പുകളിലുള്ള ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺടാക്ട് ലിസ്റ്റുകൾ, ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് പോലെ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് ആഡ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ റോ ഡാറ്റ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നേരെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മളെ കയ്യിലുള്ള ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇവിടെ അതേപോലത്തെ കോപ്പി ചെയ്ത് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കണ്ട് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അതല്ല, നമ്മളെ കയ്യിലുള്ള കസ്റ്റമേഴ്സിൻ്റെ കോൺടാക്റ്റിൻ്റെ ഫയൽ എക്സൽ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് സിസ്റ്റത്തിലാണ് കുറച്ച് കോൺടാക്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഒരു പേര് കൊടുക്കണം, പ്രൊമോഷൻ പ്രൊമോഷൻ 3 പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തു. എന്നിട്ട് ഇതൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് അവിടെ ചെയ്യുക. പിന്നെ റീട്രൈ എന്നുള്ളത് യെസ് എന്ന് കൊടുക്കുക, കാരണം നമുക്ക് ഇൻ കേസ് ഇത് ഫെയിൽ ആവുക എന്തെങ്കിലും ചെയ്യണം, റീട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ടൊരു 5-ാം തീയതി വരെ റീട്രൈ ചെയ്യാം എന്നുള്ള ഒരു ഇത്. എന്നിട്ട് ഇവിടെ നമുക്ക് ആ കോൺടാക്ട്സ് നേരത്തെ ഞാൻ കോപ്പി ചെയ്ത് വെച്ചുകൊണ്ട് ഞാനത് നേരെ ഇവിടെ പേസ്റ്റ് ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ തടിയിലൊരു ബ്ലാങ്ക് ആയി കിടക്കുന്ന റോ ഉണ്ടാവും, അതൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, 22 കോൺടാക്ട്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച മാറ്ററാണിത്. ഓക്കെ, ആ മാറ്റർ നമ്മളിവിടെ സെലക്ട് കൊടുക്കണം. കാറ്റഗറിയും ഇവിടെ സെലക്ട് ചെയ്യണം. മാർക്കറ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ്, യൂട്ടിലിറ്റി, പല രീതിയിലുള്ള മെസ്സേജസ് ഉണ്ട്. മാർക്കറ്റിംഗ് ആണ് സ്ഥിരം നമ്മൾ ചെയ്യുക. അപ്പോൾ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്തു. ഇവിടെ ഈ ഒരു ഏത് കണ്ടൻറ്റാണ്, 2 കണ്ടൻറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റാണ് ഇത്, അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് ബ്രോഡ്കാസ്റ്റ് എന്ന് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ ബൾക്ക് മെസ്സേജ് പോവൽ തുടങ്ങും. പക്ഷേ ഇപ്പോൾ തന്നെ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് കിട്ടില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ചെക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് കറക്റ്റ് അറിയുള്ളൂ. ഏകദേശം ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ അതൊരു 100 നമ്പർ ആണെങ്കിലും 1000 നമ്പർ ആണെങ്കിലും 10000 നമ്പർ ആണെങ്കിലൊക്കെ ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിലാണ് ഇത് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുക. ഓക്കെ, ഇപ്പോൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. എത്ര സെൻഡായി, എത്ര ഫെയിൽഡായി, എത്ര ഡെലിവറി ആയി, എത്ര ആൾക്കാർ റീഡ് ചെയ്തു എന്ന് വരെ, എത്ര ആൾക്കാർ റിപ്ലൈ ചെയ്തു, ഒക്കെ നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് ഇതിൽ കിട്ടും. ഓക്കെ, പിന്നെ ഇതിൽ സോഫ്റ്റ്വെയറിൽ ശരിക്കൊരു ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ മെസ്സേജിങ് സിസ്റ്റം, ബ്രോഡ്കാസ്റ്റിംഗ് നമ്മൾ കാണിച്ചു, മെസ്സേജസ് കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു, മാറ്ററുകൾ ആഡ് ചെയ്യുന്നത് കാണിച്ചു. ഇതാണ് ഇതിലെ മേജർ ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇതിലേക്ക് പേയ്മെൻറ്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു. ഇതിൽ വാലറ്റ് സിസ്റ്റം ആണ്, ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ കാർഡ് ആഡ് ചെയ്യുക, അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വാലറ്റിലേക്ക് UPI വഴി പേയ്മെൻറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് മെസ്സേജ് അയക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ നമ്മളെ ചാറ്റ്സ് മാനേജ് ചെയ്യുന്ന സെഷനാണ് ഇത്. ഓക്കെ, ചാറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഇതിൽ വരുന്ന ചാറ്റ്സ് ഇങ്ങനെ ഒരു സെക്ഷൻ വഴിയാണ് നമ്മൾ മാനേജ് ചെയ്തത്. ഇതിലിപ്പോൾ നിലവിൽ ചാറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ വാട്സപ്പിന് പകരം ചാറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ചാറ്റ്സ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സെപ്പറേറ്റ് ഒരു മൊബൈൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഓക്കെ, കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ്സ് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്സപ്പിൻ്റെ അതേപോലെ തന്നെ നമുക്ക് ചാറ്റ്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഒരു മൊബൈൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതുവഴി നമുക്ക് ഈ ബൾക്കായിട്ട് മെസ്സേജ് അയച്ചിട്ട് വരുന്ന ചാറ്റുകൾക്ക് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഇതുവഴി ചെയ്യാൻ പറ്റും.